DCC വയനാട് ട്രഷറർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ KPCC അധ്യക്ഷൻ K. സുധാകരന്റെ മൊഴിയെടുത്തു. കണ്ണൂരിലെ വീട്ടിലെത്തിയാണ് അന്വേഷണ സംഘം മൊഴിയെടുത്തത്. MN വിജയൻ K. സുധാകരന് അയച്ച കത്തിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെ ചോദിച്ചറിയാനാണ് അന്വേഷണ സംഘം എത്തിയത്. മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, പറയൂ. രോഹിണി, ഏതാണ്ട് 11 മണിയോട് കൂടിയാണ് ഈ അന്വേഷണ സംഘം, ബത്തേരി DYSPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം KPCC അധ്യക്ഷൻ K. സുധാകരന്റെ കണ്ണൂർ കാടാച്ചിറയിലെ ഈ ഒരു വസതിയിലെത്തിയത്. ഏതാണ്ട് അരമണിക്കൂറിന് മുകളിൽ ചോദ്യം ചെയ്യൽ മൊഴിയെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നീണ്ടു നിന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നമുക്കറിയാം, വയനാട് DCC ട്രഷറുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വിവിധ വിഷയങ്ങളിൽ ഈ കാര്യങ്ങൾ MP യോട് ചോദിച്ചറിഞ്ഞിട്ടുണ്ട് അന്വേഷണ സംഘം എന്ന് മനസ്സിലാക്കുന്നു. ബത്തേരി DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടെ എത്തിയത്. കത്തിലെ വിശദാംശങ്ങളും അറിഞ്ഞിട്ടുണ്ട്. കാരണം ഈ സുധാകരന് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് വിജയൻ അയച്ചിരുന്നു തൻ്റെ പ്രയാസങ്ങളും താൻ ഈ പാർട്ടിയുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തനിക്കുണ്ടായ വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ സംബന്ധിച്ച് കത്തുകൾ അറിഞ്ഞു. നേതാക്കളുടെ ചതിയിൽപ്പെട്ട് കോടികളുടെ ബാധ്യത വന്നതുൾപ്പെടെ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു K. സുധാകരന് ഈ MN വിജയൻ കത്തയച്ചത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി അത് വലിയ രാഷ്ട്രീയ വിവാദമാകുകയും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിക്കൂട്ടിൽ ആകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ MN വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിക്കുകയും ചെയ്തത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയുക എന്ന ലക്ഷ്യത്തോടുകൂടി KPCC അധ്യക്ഷൻ K. സുധാകരന്റെ വസതിയിലെത്തി അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. കാരണം ഈ MN വിജയൻ മരിക്കുന്നതിന് തൊട്ട് മുന്നേ ഈ KPCC അധ്യക്ഷന് അയച്ചിരുന്നു. കത്തയച്ചതിൽ തനിക്ക് ഈ കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ടുണ്ടായ ബാധ്യതകളുടെ വലിയൊരു പട്ടിക തന്നെ അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഈ ചോദ്യം ചെയ്യലിലേക്ക് അല്ലെങ്കിൽ മൊഴിയെടുപ്പിലേക്ക് നീങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഈ അരമണിക്കൂറിലേറെ നീണ്ട മൊഴിയെടുപ്പ് കഴിഞ്ഞപ്പോൾ അന്വേഷണ സംഘം മടങ്ങി കഴിഞ്ഞു. ഈ കത്തിലെ വിശദാംശങ്ങൾ ഉൾപ്പെടെ ചോദിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് ND അപ്പച്ചൻ ബത്തേരി DYSP ചോദ്യം ചെയ്യലിന് ശേഷം ഇവിടുന്ന് മടങ്ങി പോകുമ്പോൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. രോഹിണി. ശരി മിഥുൻ.